ഇന്ന് നേഷൻ ഫെസ്റ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായിട്ടുള്ള പ്രിയ വിനോദാണ്. നമസ്കാരം ടീച്ചറെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് എനിക്കൊന്ന് 2 മാസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു പീഡന പരാതി. അത് പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് പോകുന്നു. 10-14 ദിവസങ്ങൾക്ക് ശേഷവും പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ലാതെയാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം അതിജീവിത മുഖം വെളിവാക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം വന്നിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിജീവിതയുടെ ഗതികേട് എന്ന് നമുക്ക് പറയേണ്ടി വരും. പിണറായി വിജയന്റെ ഒരു ഇരട്ട താപ്പല്ലേ ഇവിടെ തുറന്നു കാണിക്കുന്നത്. അതായത് ചിലർക്ക് വേണ്ടി അതിജീവിതയോടൊപ്പവും ചിലർക്ക് വേണ്ടി പ്രതിയോടൊപ്പവും നിൽക്കുന്ന പിണറായിയുടെ ഒരു ഇരട്ട നയമല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹർഷ, ഇത് ശരിക്കും പറഞ്ഞാല് CPM സഹയാത്രികനും ഗുരുവായൂര് മുൻ MLA CPM MLA ആയിരുന്ന സിനിമാ സംവിധായകൻ കൂടിയായ സഖാവ് PT കുഞ്ഞുമുഹമ്മദ്, ഇദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി വരുന്ന കഴിഞ്ഞ IFFK ടൈമിലാണ്. അതായത് 2025 നവംബർ 24 ഈ സംഭവം നടക്കുന്നത്. ഒക്ടോബർ മുതൽ അവർ അതിന്റെ സ്ക്രീനിങ് കമ്മിറ്റിയിലുണ്ട്. ഇവരുടെ ആശ അച്ചി ജോസഫ് എന്ന് പറയുന്ന അധ്യാപികയും സിനിമാ സംവിധായിക എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭയായ ഒരു മിടുക്കിയായ ഒരു സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒത്തിരി ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുകയും നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യുകയും അവരുടെ സ്റ്റുഡൻസ് ഒക്കെ അവരുടെ കൂടെയുണ്ട്. വളരെ മിടുക്കിയായ ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-5 പേരുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു. അതിലൊരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സിനിമകളെ കുറിച്ച് ഒരുപാട് ഇഷ്ടമുള്ള അവർ ആ ഒരു സമയത്താണ് ശരിക്കും സിനിമകളെ കുറിച്ച് ഫുൾ ടൈം അവർക്ക് ആ ഒരു മൂഡിലിരിക്കാൻ പറയും. അവരുടെ ഇന്റർവ്യൂ ഇപ്പം മനോരമയിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ അവരുടെ ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അന്ന് പിന്നെ ഇവർ ഈ സംഭവം നടക്കുമ്പം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു സ്ത്രീക്കെതിരെ അതും ഒരു തൊഴിലിടത്താണ് അവർ ലൈംഗികമായി ആക്രമിക്കപ്പെടുമ്പോൾ എത്ര ബോൾഡുള്ള ഒരാളായാലും അവർക്ക് നേരെ വരാവുന്ന ഏറ്റവും വലിയൊരു അപമാനവും അതിക്രമവുമാണ്. ആ സമയത്ത് അവർ പതറിപ്പോകാം. അപ്പൊ അവരവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഇടത്തായിരിക്കും അത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അവരവരുടെ കുടുംബാന്തരീക്ഷത്തിൽ അവരുടെ വീട്ടിൽ ഏറ്റവും സേഫായ ഇടത്ത് അവരിത് പറയുന്നു. പക്ഷെ ജനറേഷൻ ഗ്യാപ്പ് നോക്കിക്കോണം. അവരുടെ മകളാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അമ്മ എപ്പോഴാണ് പരാതി കൊടുക്കുന്നത്? ആ കുഞ്ഞിന്റെ ആ മകളുടെ ഒരു മറുപടി എന്ന് പറയുന്ന ഒരു ചോദ്യമായിട്ടായിരുന്നു, അമ്മ എപ്പോഴാണ് ഇത് ഒഫീഷ്യലി പരാതി കൊടുക്കുന്നത് എന്ന്. അവിടെ നിന്നുമാണ് ഇത് പരാതി കൊടുക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ നമുക്കറിയാം കേരളത്തിലെ പിന്നെ CPM ആയ ആൾക്കാര്, സ്വന്തം പാർട്ടിക്കാരായ ആൾക്കാര്, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനത വിശ്വസിച്ച് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണം കയ്യിലേൽപ്പിച്ചതാണ്. ഇന്ന് ആ മുഴുവൻ ജനങ്ങളും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം, വിശ്വാസികൾ ഉൾപ്പെടെ. അന്നേരം ഈ പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹം അടുത്ത ദിവസം 2 വനിതാ പോലീസുകാർ വരുന്നു, ഇത് FIR ഇടാം, പരാതി പരിശോധിക്കാം എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അക്കാഡമിയിൽ നിന്ന് തന്നെ രണ്ടുപേര് എത്തുന്നു. അവർ ഇങ്ങനെ ഞെട്ടലൊക്കെ രേഖപ്പെടുത്തുന്നു. അവരോട് പറയുന്നു, ഫെസ്റ്റിവൽ പുസ്തകത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കാൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ കടന്നുപോയി. പക്ഷെ നാളുകൾ കഴിഞ്ഞിട്ടും അതിനൊരു FIR ഇടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവസാനം ഡിസംബർ 8-ാം തീയതിയാണ് ചാനലുകൾ, മുഖ്യധാര ചാനലുകൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡിസംബർ 8-ന് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ FIR ഇടുന്നു, സംസാരിക്കുന്നു, പറയുന്നു, ഒക്കെയായി. പക്ഷെ അതിനുശേഷം നാളിത്രയുമായി, ഇലക്ഷൻ കഴിയുന്നു, IFFK കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു. അടുത്ത കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഈ സമയത്ത് സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. എന്നിട്ട് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്ത്രീ ഒരു ഈ ഇപ്പം ആശ തന്നെ പറയുന്നുണ്ട്, ഒരു എന്താ പറയാ, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തോ ഒരു ഇരുണ്ട ഇടനാഴിയിലോ അല്ലെങ്കിൽ വൃത്തികെട്ട മലീമസമായ ഒരു സ്ഥലത്തോ അല്ല അവർക്ക് അപമാനം നേരിട്ടത്. സർക്കാർ, അതായത് പുരോഗമനവാദങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സർക്കാർ സംസ്ഥാനത്തിൽ ഒരുപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഓഫീസാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ അവരുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിലാണ് ഈ അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഈ ചലച്ചിത്ര സംവിധായികയ്ക്ക്, ഒരു സ്ത്രീക്ക് നേരെ കൊടുക്കാവുന്ന ഏറ്റവും മോശമായ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ചിലർ ചെന്ന് ചോദിക്കുന്നുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് തീവ്രത പരിശോധിക്കുകയാണ്. നമുക്കറിയാം CPM എപ്പോഴും തീവ്രത, അത് ലൈംഗികതയായാലും എന്തായാലും അവർ പ്രത്യേകിച്ച് തീവ്രത അളന്ന് നോക്കിയതിനു ശേഷം മാത്രമേ അവരതിന് നടപടി എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്നത് CPM കാരനായ സഖാവ് PT മുഹമ്മദ് കുഞ്ഞ്, അവരുടെ മുൻ MLA പീഡിപ്പിച്ച അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തിയത്, അതിനുള്ള ഒരു വിശദീകരണം അവർ പറയുന്നത്, അത് നിങ്ങൾക്ക് ഇതങ്ങ് മറന്നൂടെ, ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ട്. മാത്രമല്ല ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു
പ്രത്യേക നിമിഷത്തിൽ തോന്നിയ ഒരു അവസ്ഥയല്ലേ, ഒരു ഉത്തേജനം, അല്ലെങ്കിൽ ലൈംഗികകരമായ ഇത് തോന്നിയ ആ ഒരു നിമിഷത്തെ കാര്യമല്ലേ, അതങ്ങ് മറന്നൂടെ എന്നാണ് ഒരു സ്ത്രീയോട് ചോദിക്കുന്നത്. അതാരാണ് അവരെ ചെന്ന് കണ്ടിട്ട് ഇത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും നിശബ്ദമായി മുന്നോട്ട് പോകണമെന്നും ഇത് കൊണ്ട് നടക്കുന്നത് നമുക്ക് നല്ലതല്ലെന്നും നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് നല്ലതല്ലെന്നും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ശരിക്കും അവർ ഞെട്ടിപ്പോയി. കാരണം പരാതി കൊടുത്തപ്പോൾ അവർ നീതി പ്രതീക്ഷിച്ചു. അതിനാണ് അവർ ഏറ്റവും സേഫായ ഒരിടം, കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ അടുത്ത് ഒരു പരാതി നൽകിയത്. എന്നിട്ട് മാസങ്ങൾ എത്രയായി? ഇപ്പോ അവർക്ക് മുന്നിലേക്ക് വരേണ്ടി വരുന്നു. ഒന്ന് എനിക്ക് തോന്നുന്നു 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത്. ആ സമയത്ത് അതിനുശേഷം ഇന്നോളമായി ആ കേസിൽ നടിക്ക് നീതി കിട്ടിയോ? ഇല്ല. ഇല്ല. അപ്പോ അവിടെ അവര് ഭാവന പറഞ്ഞ കാര്യങ്ങളൊക്കെ ജോസഫ് കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരവർ ഒരുങ്ങണം, അവരവർ കൂടി തീരുമാനിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഇത് സ്വയം അല്ലെങ്കിൽ ഒരു ഇരയെന്നും അതിജീവിത എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് മൂടി ഇരുത്തി കഴിയുമ്പോ അത് അങ്ങനെ അങ്ങ് പോകുമല്ലോ ഒരു തിരശ്ശീലയ്ക്ക് അകത്ത്. ശരിക്കും ഇതാണ് കറക്റ്റ് ആയിട്ട് നടന്ന ഒരു ആക്രമണം. ഇവിടെയൊക്കെയാണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടത്. അതായത് എന്താ പറയാ, ഇവരാരും ഒരു തെറ്റ് ചെയ്തിട്ടല്ല, ഇവരാരും ഒന്നിലും പങ്കാളികളായിരുന്നില്ല, ഇവരെ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. അവിടെ ഒരു സ്ത്രീക്ക് അവര് നല്ലൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ ആശ. കാരണം ഇന്നലെ പത്രത്തിൽ വന്ന ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഇന്ന് നേരിട്ട് അവർ വന്ന് ലൈവായി സംസാരിക്കുന്നുണ്ട്. അത് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകും. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട ഇപ്പൊ ഇവരെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രിവിലേജുകളുള്ള, ബോൾഡായ, എഡ്യൂക്കേറ്റഡ് ആയ, ലോകമറിയുന്ന ഒരാളാണ്, യാത്ര ചെയ്യുന്ന ഒരുപാട് കഴിവുകളുള്ള ഒരു സ്ത്രീയാണ്. എല്ലാ അർത്ഥത്തിലും അവർക്ക് പോരാടി നിൽക്കാൻ സാധിക്കും. പക്ഷെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഇങ്ങേയറ്റം സ്വന്തം പാർട്ടിയിൽ, CPM എന്ന പാർട്ടിയിൽ കൊടി പിടിക്കാൻ പോകുന്ന സഖാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ വനിതാ പ്രവർത്തകർ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതെ, തീർച്ചയായിട്ടും. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി ലഭിക്കുന്നു, പിറ്റേ ദിവസം കേസ് എടുക്കുന്നു. വളരെയധികം പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നീട് നടന്നിട്ടുള്ളത്. ദ്രുതഗതിയിൽ എന്നൊക്കെ നമുക്ക് പറയേണ്ടി ഒരു നടപടി എടുത്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ CPM സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ CPM ഒരു മന്ത്രിസഭയിൽ എത്രത്തോളം ആളുകൾ CPM നിന്നും ഈ സ്ത്രീ പീഡന പരാതികളിൽ MLA ആയി മന്ത്രിയായും തുടരുന്നവരുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്നിട്ട് പോലും മറ്റു പാർട്ടികളിലുള്ളവരുടെ തെറ്റുകൾ, അതായത് സ്വന്തം കണ്ണിലെ ഏറ്റവും വലിയൊരു കോലിരുന്നിട്ട് അത് നോക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ ചെറിയ കരട് അന്വേഷിച്ചു പോകുന്നൊരു ഒരു പാർട്ടിയെ CPM മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനേക്കാൾ ഉപരി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ളത് കൃത്യമായി CPM കപടവാദം ഇവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആശി ജോസഫിലൂടെ? തീർച്ചയായിട്ടും അവർക്കൊപ്പം എന്ന് പറയുകയല്ലാതെ ഒരു ആക്ഷനും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി കൊടുത്തിട്ട് അവരുടെ പരാതി ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, അല്ലെങ്കിൽ അതിൽ FIR ഇടാതെ അത്തരത്തിൽ ഒരു പ്രഹസനം പോലും, ഒരു നാടകം പോലും അവർ കാണിച്ചില്ല എന്നുള്ളതാണ്. അവസാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ, ജനങ്ങൾക്കിടയിലേക്ക് പ്രശ്നം വന്നപ്പോൾ, തെരഞ്ഞെടുപ്പായിരുന്നു, ആ ഒരു സമയത്ത് ഇത് ചർച്ചയായപ്പോൾ മാത്രമാണ് ഇവർ FIR ഇടാൻ തയ്യാറായത്. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയിലുള്ള ആൾക്കാരും അതവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇപ്പൊ അവർ CPM നിയമിച്ചിട്ടുള്ള CPM സഹയാത്രികരാണല്ലോ. ഇവരൊക്കെ വന്നിട്ട് ഓരോ വാക്കുകൾ അന്ന് പറഞ്ഞിട്ട് പോയി, അടുത്ത ദിവസം പിന്നെ ഇപ്പോ ഇത്രയും ആയപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറിയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. ഒരു സ്ത്രീ, അവർക്ക് നേരെയുള്ള ഒരു ആക്രമണം, ഒരു സാധാരണ സ്ത്രീ ആകട്ടെ, ഹൈ പ്രൊഫൈലുള്ളവരാകട്ടെ, ഒരു സ്ത്രീ അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനിപ്പോ സമൂഹത്തിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അവരാദ്യം പറയുന്നത് അവർ ഉടനെ തന്നെ പൊതുസമൂഹത്തിലേക്ക് വന്ന് പറയത്തില്ല. അവരുടെ ഏറ്റവും അവസാനം അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, അവർക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല എന്ന് വരുന്ന ഒരു സമയത്താണ്, ആ ഒരു പോയിന്റിലായിരിക്കും അവര് സമൂഹത്തിൽ വന്ന് ഇത് പറയുന്നത്. ആദ്യം അവർ ആലോചിച്ച് ബന്ധപ്പെട്ട ആൾക്കാർ, ഒരു പക്ഷെ ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉള്ളവരാണെങ്കിൽ അവരോട് ഇത് പറയും. അവിടെയും കിട്ടുന്നില്ല. അടുത്ത ഇന്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇന്നർ സർക്കിളിനകത്ത് ആരൊക്കെയാണ് ഫാമിലിയിൽ രക്ഷകരായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരാണുള്ളത്, ഇവിടെയൊക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കും ആലോചിച്ച്. ഇവിടെ ഇപ്പൊ കണ്ടു, അവർ പറയുന്നുണ്ട് അവരുടെ ഫാമിലി സർക്കിളിൽ അമ്മയും ഹസ്ബൻഡും മക്കളും ഒക്കെയുള്ള ആ ഒരു ലൈഫിൽ അവർ സംസാരിച്ചു. അപ്പോ എന്തായാലും ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി ഇതാണെന്ന് മനസ്സിലായില്ലേ? ഈ അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെപ്പോഴും പുതിയ തലമുറയെ ഒരുപാട് മോശപ്പെടുത്തിയ, അല്ലെങ്കിൽ പല രീതിയിൽ അവരുടെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, കാണുന്നുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ നല്ല ഒരുപാട് പ്രായോഗികമായി ചിന്തിക്കുന്നവരും ഒക്കെയാണ്. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ തലമുറയിൽ അവർ വളർന്നതിന്റെ ഫലമാണ്, അവരുടെ അനുഭവത്തിന്റെയും കൂടി വെളിച്ചമാണ്. നമ്മളുടെ ഭാഗത്തുള്ള ഒരു പക്ഷെ പാരന്റിങ് ആവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരല്ലേ പേരൻസ് ആയിട്ടിരിക്കുന്നത്.
അപ്പൊ അവിടെയൊക്കെ ഉള്ള പാകപ്പിഴകളാണ് അവരെയും അതുപോലെ എത്തിക്കുന്നത്, താളം തെറ്റിക്കുന്നത്. അത് പക്ഷെ ഇത്തരം ഒരു കാര്യത്തിൽ കൃത്യമായി അമ്മ പോയി പരാതി കൊടുക്കണമെന്ന് ഒരു മകൾ പറയുകയാണ്. അവരുടെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ കൂടെയുണ്ട്. എന്ത് വേണോ, നമ്മൾ എങ്ങനെ വേണോ പ്രതിഷേധിക്കാൻ തയ്യാറാണ്, ഇതിന് നീതി കിട്ടണം എന്നുള്ളതാണ്. ആ ഇടത്ത് നിന്നും അവർ പിന്നോട്ട് പോയില്ല. അവരോട് പോയി പറയുന്നുണ്ട് അവർക്ക് ഒരു സംരക്ഷണം കൂടുതൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് നല്ലത് ഇത് നിശബ്ദമായി അങ്ങ് ഇരുന്നോട്ടെ, എന്തിനു ഇതും കൊണ്ട് നടക്കുമ്പോൾ ടെൻഷനല്ലേ, ഇതും കൊണ്ട് എന്തിനാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇവർ കൊടുക്കുന്ന സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്? കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ പുറത്തിറങ്ങി നടക്കേണ്ടത്? വീട്ടിനുള്ളിൽ ഒരു സ്ത്രീ സുരക്ഷിതരാണോ? ഈ CPM-കാരുടെ വീടുകളിൽ, ഈ CPM പ്രവർത്തകരുടെ വീടുകളിൽ, CPM-ന്റെ നേതാക്കളുടെ വീടുകളിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പൊ CPM-കാർ മാത്രമാണ് ആയതുകൊണ്ട് മാത്രമാണ് കുറ്റം ചെയ്യുന്നത് എന്നുള്ളതല്ല. ഈ പുരുഷന്മാർ ഇതുപോലെ സ്ത്രീകളെ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എവിടെ ജോലി സ്ഥലത്താകട്ടെ, ഇതിനൊക്കെ കൃത്യമായ നീതിയും നിയമവശങ്ങളും ഇവിടെയുണ്ട്. ഇനി ഇത് ഇ മുഹമ്മദ് കുഞ്ഞിന്റെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വെറുതെ ഒരു കൂലിപ്പണിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒന്ന് അതായത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ, വായനയില്ലാതെ, ലോകം എന്തെന്ന് അറിയാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. ചിലപ്പോൾ ആസക്തികളായിരിക്കാം, പലതിനും അഡിക്റ്റഡ് ആയിരിക്കാം. പക്ഷെ നിയമം അറിയുന്ന ഒരാൾ, പ്രിവിലേജുകൾ കിട്ടുന്ന ഒരാൾ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒരാൾ അത് തെറ്റിക്കുമ്പോൾ, അവർ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ശിക്ഷ വളരെ വലുതായിരിക്കണം. അത് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു പോയിന്റാണ്, ആ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു സന്ദേശമാണ്. അത് ചെയ്തിട്ടുണ്ടോ ഇവിടെ പിണറായി സർക്കാർ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന ആശ ആച്ചി ജോസഫിന്റെ നീതി ലഭിക്കണം. ആശ ആച്ചി ജോസഫിന് മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന എല്ലാ പീഡന പരാതികളിൽ അതിജീവിതയായി വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് കൃത്യമായി അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ ഇരയോടൊപ്പം എന്നുള്ള പിണറായി വിജയന്റെയും പിണറായി സർക്കാരിന്റെയും ആ ഒരു കപടവാദം പൊളിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിക്കണം എന്നുള്ളത് തന്നെയാണ്. ചായ കുടിക്കുന്ന കപ്പിൽ ഈ അതിജീവിതയുടെ പടം കാണുമോ? അതെ, തീർച്ചയായിട്ടും അത് സംശയമാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ പുതിയ PR വർക്കുമായി ഇറങ്ങുമ്പോൾ ഈ പറയുന്ന അതിജീവിതയുടെ മുഖം ഇനിയിപ്പോൾ കാണിച്ചാൽ കുഴപ്പമില്ലല്ലോ. കാരണം അതിജീവിതയുടെ ഗതികേട് എന്ന് പറയുന്നത് പോലെ മുഖം പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ പിണറായി സർക്കാരിന്റെ ഓഫീസ് എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങളെങ്കിൽ അത് CPM-ന്റെ പതനം അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും വലിയ കുറവായിട്ട് തന്നെ മാർക്ക് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അടുത്ത തീരുമാനം സർക്കാർ എന്തെടുക്കും എന്നുള്ളത് എല്ലാവരും നോക്കിയിരുന്ന് കാണുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്നതും നിലവിലുള്ള സാഹചര്യത്തിൽ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇതുമായി കൂടുതൽ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക്